ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊമേഴ്സ് ഇലയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിദ്യാസന്ദീപ്. കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക സബ്ജക്റ്റുകളുടെയും ഓൺലൈൻ ക്ലാസുകൾ കൊമേഴ്സ് ഇലേൺ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി, ഡിഗ്രി, PG ക്ലാസുകളോടൊപ്പം HDC, JDC കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ലെറ്റ് us start today's class. Stay tuned. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന സെക്ഷൻസും അതിൽ വരുന്ന കുറച്ച് ടോപ്പിക്സുമാണ്. അപ്പോൾ നമ്മൾ മെമ്പർഷിപ്പിൽ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം നമ്മുടെ മെമ്പർഷിപ്പിന് നൽകിക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് നോക്കാം. മെമ്പർ മീൻസ് എ പേഴ്സൺ ജോയിനിങ് ദി ആപ്ലിക്കേഷൻ ഫോർ ദി രജിസ്ട്രേഷൻ of a cooperative society or a person admitted to membership after registration in accordance with the act, the rules and the bylaws, and includes a nominal or associate member. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമുക്കറിയാം ബൈലോസ് ഉണ്ട്, അതിന് ഒരുപാട് ആക്റ്റും റൂൾസും ഉണ്ട്. അപ്പോൾ ഈ ആക്റ്റും ബൈലോസും റൂൾസും പ്രകാരം നമ്മൾ ഏതെങ്കിലും ഒരു പേഴ്സണെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്താൽ അവരെ നമുക്ക് മെമ്പറായിട്ട് അംഗീകരിക്കാം. അതുമല്ലെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു രജിസ്ട്രേഷൻ ആപ്ലിക്കേഷനിൽ പേര് കൊടുക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും. അവരും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്? മെമ്പറായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഈ നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ മെമ്പർ എന്ന് പറഞ്ഞെങ്കിൽ നോമിനൽ മെമ്പറും അസോസിയേറ്റ് മെമ്പറും അതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ എന്ന് നമുക്ക് നോക്കാം. A society may admit any individual as a nominal or associate member. ഒരു സൊസൈറ്റിക്ക് ഏതൊരു വ്യക്തിയെയും ഏതൊരു ഇൻഡിവിജ്വലിനെയും എന്തായിട്ട് അംഗീകരിക്കാം? നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. എ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു എനി ഷെയർ ഇൻ എനി ഫോം വാട്ട്സെവർ ഇൻ ദി അസറ്റ്സ് ഓർ പ്രോഫിറ്റ് ഓഫ് ദി സൊസൈറ്റി ഓർ ടു ബി എലക്റ്റഡ് ടു ദി കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി. അതായത് ഒരു അസോസിയേറ്റ് അല്ലെങ്കിൽ നോമിനൽ മെമ്പർക്ക് നമ്മുടെ സൊസൈറ്റീൻ്റെ ഷെയർസിലൊന്നും യാതൊരു തരത്തിലുള്ള എൻറ്റൈറ്റിൽസും ഉണ്ടായിരിക്കില്ല. അതായത് ഷെയർസിൽ യാതൊരു തരത്തിലുള്ള അർഹതയും ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ അസറ്റ് ആയിക്കോട്ടെ, പ്രോഫിറ്റ് ആയിക്കോട്ടെ, അതിലൊന്നും അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കില്ല? അധികാരം ഉണ്ടായിരിക്കില്ല. അതായത് നമ്മുടെ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ഒന്നും നമ്മൾ അസോസിയേറ്റ് അല്ലെങ്കിൽ നോമിനൽ മെമ്പർക്ക് എന്ത് ചെയ്ത് കൊടുക്കാറില്ല? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാറില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ കമ്മിറ്റി, മാനേജിങ് കമ്മിറ്റി ഉണ്ട്. ആ മാനേജിങ് കമ്മിറ്റിയിലേക്ക് നമ്മൾ ഈ അസോസിയേറ്റ് അതുപോലെ നോമിനൽ മെമ്പേഴ്സിനെ എന്ത് ചെയ്യാറില്ല? ഇലക്ട് ചെയ്യാറില്ല. ഓക്കെ, പിന്നെ അതേപോലെ പറയുന്നത് എ നോമിനൽ ഓർ അസോസിയേറ്റഡ് മെമ്പർ ഷാൽ ഹാവ് സച്ച് പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എ മെമ്പർ ആൻഡ് ബി സബ്ജക്റ്റ് ടു സച്ച് ലയബിലിറ്റീസ് ഓഫ് എ മെമ്പർ ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദി ബൈലോസ് ഓഫ് ദി സൊസൈറ്റി. അതായത് ഒരു നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർക്ക് നമ്മൾ സാധാരണ ഒരു സൊസൈറ്റിയിലുള്ള മെമ്പർക്ക് കിട്ടുന്ന എല്ലാ പ്രിവിലേജസും റൈറ്റ്സും ഉണ്ടായിരിക്കും. അതേപോലെ ലയബിലിറ്റീസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനും ബാധകമായിരിക്കും. എന്നാൽ ഈ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ബൈലോസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയുള്ള എല്ലാ പ്രിവിലേജസും റൈറ്റ്സും നമ്മുടെ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പേഴ്സിന് ലഭിച്ചിരിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞ സൊസൈറ്റിയിലെ ഷെയർസിലോ അല്ലെങ്കിൽ പ്രോഫിറ്റിലോ അസറ്റിലോ ഒന്നും അവർക്ക് എന്തുണ്ടായിരിക്കില്ല? അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകാറില്ല. അതേപോലെ തന്നെ കമ്മിറ്റിയിൽ നമ്മൾ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറുടെ മെമ്പർഷിപ്പ് നൽകാറില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ മെമ്പർഷിപ്പ്. അതായത് ഒരു മെമ്പർഷിപ്പ് ലഭിക്കാനുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ് പറയുന്നത്. അതായത് ഒരു മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മെമ്പർഷിപ്പ് നൽകുന്നതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് നോ പേഴ്സൺ ഷാൾ ബി എലിജിബിൾ ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് if he has not attained the age of 18 years. This is not applicable to societies for the benefit of students of any school or college. അതായത് ഒരു പേഴ്സണ് 18 വയസ്സ് പൂർത്തിയായിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെമ്പർഷിപ്പ് നൽകില്ല. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും എന്തായിരിക്കണം? 18 വയസ്സ് പൂർത്തിയാക്കണം. അതായത് ഒരു മേജർ ആയിട്ടുള്ള പേഴ്സണ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? മെമ്പർഷിപ്പ് നൽകുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മളൊരു എക്സംഷൻ പറയുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ സൊസൈറ്റി രൂപീകരിച്ചത് സ്റ്റുഡൻസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ, അതായത് ഏതെങ്കിലും സ്കൂൾസോ കോപ്പറേറ്റീവ് കോളേജസോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സൊസൈറ്റി രൂപീകരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു 18 ഇയേഴ്സ് എന്ന നിയമം ബാധകമല്ല. അതായത് 18 വയസ്സ് പൂർത്തിയായിട്ടില്ലെങ്കിലും നമ്മൾ അവരെന്ത് ചെയ്യും, മെമ്പർഷിപ്പ് നൽകും. അപ്പോൾ സ്കൂൾസിൻ്റെയോ കോളേജസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് നോക്കാറില്ല, ഈ 18 വയസ്സ് എന്നുള്ളത് കമ്പൽസറി അല്ല. പക്ഷെ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഇൻഡിവിജ്വൽസിന് നിർബന്ധമായിട്ടും 18 വയസ്സ് പൂർത്തിയാൽ മാത്രമേ മെമ്പർഷിപ്പ് നൽകുകയുള്ളൂ. Then രണ്ടാമത്തെ കേസ് പറഞ്ഞത്, he is not a resident of the place or does not own or possess land within the area of operation of the society. This clause also shall not apply to societies formed for students of any school or college. പിന്നെ പറഞ്ഞത് എന്താണ്, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് ഏരിയയിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഏരിയയിൽ റെസിഡൻ്റ് അല്ലാത്തൊരു വ്യക്തിക്കോ അതേപോലെ തന്നെ അവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ലാൻഡ്സോ ഒന്നും ഓണർഷിപ്പിലോ അല്ലെങ്കിൽ പൊസഷനിലോ ഇല്ലാത്തൊരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് എന്ത് ചെയ്യില്ല, നൽകില്ല. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ആ സൊസൈറ്റി ഓപ്പറേറ്റ് ചെയ്യുന്ന ഏരിയയിൽ റെസിഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊസഷനിൽ എന്തെങ്കിലും ലാൻഡ് ഏരിയ ഒക്കെ ഉണ്ടായിരിക്കണം. ഇനി ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സംഷൻ നൽകുന്നുണ്ട്. അതായത് സൊസൈറ്റി ഫോം ചെയ്തത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ, അതായത് സ്കൂൾസോ അല്ലെങ്കിൽ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസോ ഒക്കെ ആണെങ്കിൽ അവിടെ ഈ നിയമം ബാധകമല്ല. അതായത് സ്റ്റുഡൻസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവിടെ ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ റെസിഡൻ്റ് ആവേണ്ട, അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിൽ പ്രോപ്പർട്ടീസോ ലാൻഡ് ഏരിയയോ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഈ കണ്ടീഷൻസ് നിർബന്ധമായിട്ടും അവർ ഫോളോ ചെയ്തിരിക്കണം. Then he has applied to be adjudicated as an insolvent or he is an undischarged insolvent. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇൻസോൾവൻ്റ് ആയിട്ട് മുദ്ര കുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കും നമ്മൾ എന്ത് ചെയ്യില്ല, മെമ്പർഷിപ്പ് നൽകാറില്ല. അപ്പോൾ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസോൾവൻ്റ് എന്ന് പറഞ്ഞാൽ പാപ്പരത്വം അല്ലേ, അപ്പോൾ അങ്ങനെ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് നൽകാറില്ല. The next പറയുന്നത്, he has been sentenced for any offence other than the offence of a political character or an offence not involving moral turpitude. അതായത് ഒരു വ്യക്തി എന്തെങ്കിലും ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഫൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് നൽകില്ല. അപ്പോൾ ഈ ഒഫൻസിൻ്റെ കേസിൽ നമുക്ക് എക്സംഷൻ ഉണ്ട്. അതായത് പൊളിറ്റിക്കൽ ക്യാരക്ടറോട് കൂടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒഫൻസ് നോട്ട് ഇൻവോൾവിങ് മോറൽ ടർപ്പിറ്റ്യൂഡ്, അതായത് ധാർമ്മികതയ്ക്ക് യാതൊരു തരത്തിലുള്ള ദോഷം വരുത്താത്ത എന്തെങ്കിലും ഒഫൻസ് ആണെങ്കിലൊന്നും നമ്മളിതിൽ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കൽ ക്യാരക്ടർ ഉള്ള ഒഫൻസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, അവർക്ക് മെമ്പർഷിപ്പ് നിഷേധിക്കാറില്ല. അതേപോലെ തന്നെ മോറൽ അല്ലെങ്കിൽ ധാർമ്മികതയെ ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാത്ത ഏതെങ്കിലും ഒഫൻസ് ആണെങ്കിൽ അത് ഇവിടെ പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒഫൻസ് ആണെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് നൽകില്ല, മെമ്പർഷിപ്പ് നൽകില്ല. അപ്പം എന്തെങ്കിലും ഒഫൻസിൽ ഏർപ്പെട്ട വ്യക്തിക്ക് മെമ്പർഷിപ്പ് നൽകില്ല. പക്ഷേ നമ്മൾ പൊളിറ്റിക്കൽ ഒഫൻസും മോറൽ ടെർപ്പിറ്റ്യൂഡിൽ ഉൾപ്പെടാത്ത ഒഫൻസും ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യില്ല, ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ മെമ്പർഷിപ്പിൻ്റെ കേസിൽ ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. ദെൻ അടുത്ത കണ്ടീഷൻ പറഞ്ഞത്, ഹീ ഈസ് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദി സൊസൈറ്റി or of its financing bank or of any society for which it is the financing bank. അതായത് ഇനി നമ്മുടെ ഈ ഒരു മെമ്പർ എന്ന് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് നൽകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ ഒരു പെയ്ഡ് എംപ്ലോയിയോ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്ക്, ആ സൊസൈറ്റി ഫിനാൻസിങ് ബാങ്ക് എന്ന് പറഞ്ഞെങ്കിൽ ആ സൊസൈറ്റിക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്ന ബാങ്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ഫിനാൻസിങ് ബാങ്ക് അല്ലാതെ ഫിനാൻസിങ് ബാങ്കിനെ പോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്ന മറ്റു സൊസൈറ്റികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു പെയ്ഡ് എംപ്ലോയിക്കും നമ്മൾ എന്ത് ചെയ്യാറില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് നൽകാറില്ല.
ദെൻ ഇതിൻ്റെ കേസിൽ നമ്മൾ കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റിൽ പറഞ്ഞു നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസ്, അതുപോലെ ഫിനാൻസിങ് ബാങ്കിൻ്റെ എംപ്ലോയീസ്, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്ന ഏതെങ്കിലും സൊസൈറ്റിയിലെ എംപ്ലോയീസ്, ഇവർക്കൊന്നും മെമ്പർഷിപ്പ് നൽകില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ കേസ് നമ്മൾ എക്സംഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചത് ഇപ്പം ഈ കോപ്പറേറ്റീവ് മോട്ടോർ ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ് ഉണ്ട്, കോപ്പറേറ്റീവ് വർക്ക്ഷോപ്സ് ഉണ്ട്, സൊസൈറ്റീസ് ഫോർ ദി എംപ്ലോയീസ് ഓഫ് ഫിനാൻസിങ് ബാങ്ക്സ് ഉണ്ട്, ദെൻ സൊസൈറ്റി ഫോണ്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ എംപ്ലോയീസിന് അവിടെ മെമ്പർഷിപ്പ് നൽകാറുണ്ട്. കാരണം ഈ ഓരോ സൊസൈറ്റീസും വരുന്നത് എംപ്ലോയി സൊസൈറ്റി എന്ന കാറ്റഗറിയിലാണ്. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ അവിടുത്തെ എംപ്ലോയീസിനായിരിക്കും മെമ്പർഷിപ്പ് നൽകുന്നത്. പക്ഷെ അല്ലാത്ത കേസ് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എംപ്ലോയീസിന് എന്ത് ചെയ്യാറില്ല, സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് നൽകാറില്ല. ദ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് ഹി ഹാസ് ബീൻ സർചാർജ്ഡ് അണ്ടർ സെക്ഷൻ 68. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സെക്ഷൻ 68 പ്രകാരം സർചാർജ് ചെയ്ത ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാറില്ല, മെമ്പർഷിപ്പ് നൽകാറില്ല. ദെൻ ഹി ഈസ് അൺസൗണ്ട് മൈൻഡ്. അതായത് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ് ഒക്കെ ഉണ്ടായിരിക്കും. അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഒരു നോർമൽ പേഴ്സൺ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അൺസൗണ്ട് മൈൻഡഡ് ആയുള്ള ആളുകൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, മെമ്പർഷിപ്പ് നൽകാറില്ല. Then any other cooperative society, the government, any body of persons, if such body is approved by government, may become a member of a cooperative society. പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ മെമ്പർഷിപ്പ് നൽകുന്ന കേസാണ് പറയുന്നത്. അതായത് മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് മെമ്പർ ആകാം, ദെൻ ഗവൺമെൻറ്റിൻ്റെ സൊസൈറ്റിയിൽ മെമ്പർ ആകാം, അതേപോലെ എനി ബോഡി ഓഫ് പേഴ്സൺസിന്, എനി ബോഡി ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നുണ്ട് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തതായിരിക്കണം. ഓക്കെ, അപ്പം ആ എനി ബോഡി ഓഫ് പേഴ്സൺസിനും എന്ത് ചെയ്യാം, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറായിട്ട് നിൽക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരു മെമ്പർ ഡിസ്ക്വാളിഫൈ ആകുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ് പറയുന്നത്. അതായത് എന്തൊക്കെ കണ്ടീഷൻസിൽ ഈ ഒരു മെമ്പർ ഡിസ്ക്വാളിഫൈ ചെയ്യും നോക്കാം. ഹി ഹാസ് നോട്ട് അപ്ലൈഡ് ഇൻ റൈറ്റിംഗ് ഇൻ ദി ഫോം ഇഫ് എനി ലേഡ് ഡൗൺ ബൈ ദി സൊസൈറ്റി. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ സൊസൈറ്റി നൽകുന്ന ഒരു ഫോം ഉണ്ടായിരിക്കും. ആ ഫോമിൽ റിട്ടൺ ആയിട്ട് അവരെന്ത് ചെയ്യണം, ആ ഒരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്തിരിക്കണം. അപ്പം അങ്ങനെ റിട്ടൺ ആയിട്ട് ആ ഫോം ഫിൽ ചെയ്ത് നൽകിയിട്ടില്ലെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യില്ല, ആ മെമ്പർഷിപ്പ് നൽകില്ല. ദെൻ അടുത്ത വന്നത് ഹിസ് ആപ്ലിക്കേഷൻ ഈസ് നോട്ട് അപ്രൂവ്ഡ് ബൈ ദി കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി. നമ്മുടെ കമ്മിറ്റി എന്ത് ചെയ്യുന്നില്ല, ഒരു ഇൻഡിവിജ്വലിൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യില്ല, ആ വ്യക്തിക്ക് മെമ്പർഷിപ്പ് നൽകില്ല. അപ്പം മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മുടെ മാനേജിങ് കമ്മിറ്റി എന്ത് ചെയ്യണം, അത് അപ്രൂവ് ചെയ്യണം. കാരണം നമ്മുടെ ഒരു വ്യക്തി ഇൻഡിവിജ്വലിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയാണ്. അപ്പം മാനേജിങ് കമ്മിറ്റി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യാറാണ് പതിവ്. Then he has not fulfilled all other conditions laid down in the Act, rules and bylaws. പിന്നെ നമ്മുടെ ആക്ട്, റൂൾസ്, ബൈലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അഡ്മിഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു മെമ്പറുമായി ബന്ധപ്പെട്ട കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാറില്ല, മെമ്പർഷിപ്പ് നൽകാറില്ല. ഇനി നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന മറ്റൊരു കണ്ടീഷനാണ് പറയുന്നത് വേർ എ പേഴ്സൺ ഓൾറെഡി അഡ്മിറ്റഡ് ടു മെമ്പർഷിപ്പ് ഈസ് സീൻ ടു ഹാവ് ബീൻ ineligible for membership at the time he has so admitted as a member, or if he subsequently becomes ineligible for the membership, the committee of the society may remove the person from the membership after giving him an opportunity for making his representation if any, and the person concerned shall thereupon cease to be member of the society. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ മെമ്പർഷിപ്പ് നൽകിയതിന് ശേഷം ആ വ്യക്തി ഇന്നെലിജിബിൾ ആണെന്ന് മനസ്സിലാക്കിയാൽ, അതായത് ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ ബൈലോസും റൂൾസും ആക്റ്റും എല്ലാം ഫോളോ ചെയ്തിട്ട് എല്ലാത്തിനും അദ്ദേഹം ക്വാളിഫൈഡ് ആയിരിക്കും. പക്ഷേ പിന്നീട് അദ്ദേഹം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഇന്നെലിജിബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ റിമൂവ് ചെയ്യുന്നത് നമ്മുടെ മാനേജിങ് കമ്മിറ്റി ആയിരിക്കും. ദെൻ അങ്ങനെ മാനേജിങ് കമ്മിറ്റി ഒരു വ്യക്തിയെ ഇന്നെലിജിബിൾ ആണെന്ന് മനസ്സിലാക്കിയിട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി നൽകാറുണ്ട്. അതായത് അവരുടെ ഭാഗം, ആ ഒരു മെമ്പറിൻ്റെ ഭാഗം എന്താണ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകാറുണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തിയെയും നമ്മൾ മെമ്പർഷിപ്പ് സീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
ചെയ്യണം, ആ വ്യക്തിക്ക് അവരുടെ ഭാഗം എന്ത് ചെയ്യാണ് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു അവസരം നൽകിയിരിക്കണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾ അടുത്ത കേസ് പറയാൻ പോകുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാനേജിങ് കമ്മിറ്റി ഒരു വ്യക്തി ഇന്നെലിജിബിൾ ആകുന്ന സമയത്ത് റിമൂവ് ചെയ്യാറുണ്ട്, ആ വ്യക്തിയുടെ മെമ്പർഷിപ്പ് ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഇനി അതേപോലെ തന്നെ രജിസ്ട്രാർക്കും ഒരു സൊസൈറ്റിയിലെ മെമ്പറിൻ്റെ എന്ത് ചെയ്യാം, മെമ്പർഷിപ്പ് ഇന്നെലിജിബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ആ കേസാണ് പറയാൻ പോകുന്നത്. വേറെ മെമ്പർ ഓഫ് എ സൊസൈറ്റി ബിക്കംസ് ഇന്നെലിജിബിൾ ടു കണ്ടിന്യൂ ആസ് സച്ച് ദ രജിസ്ട്രാർ മേ ഓഫ് ഹിസ് ഓൺ മോഷൻ ഓർ ഓൺ റെപ്രസെൻറ്റേഷൻ മെയ്ഡ് ടു ഹിം ബൈ എനി മെമ്പർ ഓഫ് ദി സൊസൈറ്റി ഓർ ബൈ ദി financing bank by an order in writing declare that he has ceased to be a member of the society from the date of his order. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സൊസൈറ്റിയുടെ മെമ്പർ ഇന്നെലിജിബിൾ ആണെന്ന് കണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ രജിസ്ട്രാർക്ക് അദ്ദേഹത്തിൻ്റെ സ്വയം ഇഷ്ടപ്രകാരം ആ വ്യക്തിയെ എന്ത് ചെയ്യാം, സീസ് ചെയ്യാം. അതേപോലെ നമ്മുടെ സൊസൈറ്റിയിലെ മറ്റു മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്ക്സൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്നെലിജിബിൾ ആണെന്ന് ഒരു ഓർഡറായിട്ട് റിട്ടേൺ ആയിട്ടുള്ള ഒരു ഓർഡറായിട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് ആ വ്യക്തി ഇന്നെലിജിബിൾ ആണെന്ന് തെളിഞ്ഞാൽ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ആ വ്യക്തിയെ അവിടെ നിന്നും റിമൂവ് ചെയ്യാം. അപ്പം ഒന്നില്ലെങ്കിൽ സൊസൈറ്റിയിലെ രജിസ്ട്രാർ രജിസ്ട്രാർ കണ്ടുപിടിക്കുകയാണ് ഈ വ്യക്തി ഇന്നെലിജിബിൾ ആണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ മറ്റു മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്ക്സോ ഒരു റിട്ടേൺ ഓർഡറായിട്ട് നൽകുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഇന്നെലിജിബിൾ ആണെന്ന്. അപ്പോൾ അതുമായി കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് അത് ശരിയാണെന്ന് മനസ്സിലായാൽ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ആ വ്യക്തിയെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യാം. The registrar shall give such a person an opportunity to state his objection, if any, to the proposed action, and if the person wishes to be heard, he shall be given an opportunity to be heard before passing an order as aforesaid. അപ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു വ്യക്തിയെ നമ്മളിങ്ങനെ റിമൂവ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെപ്രസെൻറ്റേഷൻ നടത്താനുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആര് നൽകിയിരിക്കണം, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ രജിസ്ട്രാർ നൽകിയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാളിഫിക്കേഷൻസും ഡിസ്ക്വാളിഫിക്കേഷനുമാണ് ഇത്രയും നേരമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് സെക്ഷൻ 17 പ്രകാരം റിമൂവൽ ആൻഡ് എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ എന്താണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ റിമൂവൽ അല്ലെങ്കിൽ എക്സ്പെൽഷൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഒരു മെമ്പറിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ പുറത്താക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. Any member of a society who has acted adversely to the interest of the society may be expelled upon a resolution of the general body passed at a special meeting convened for the purpose by the vote of not less than 2/3 of the total number of members present and voting at the meeting. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു മെമ്പർ നമ്മുടെ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും എക്സ്പെൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ റിമൂവലുമായി ബന്ധപ്പെട്ട തീരുമാനം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ജനറൽ ബോഡി മീറ്റിങ്ങിലായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മെമ്പറിൻ്റെ എക്സ്പെൽഷൻ അല്ലെങ്കിൽ റിമൂവലുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആ മീറ്റിങ്ങിൽ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 2/3 മെമ്പേഴ്സ് എന്തായിരിക്കണം, പ്രസൻ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ 2/3 മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ആ ഒരു റെസൊല്യൂഷൻ അതായത് വോട്ട് ചെയ്ത് ആ ഒരു റെസൊല്യൂഷൻ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മെമ്പറെ റിമൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. No member shall be expelled under subsection 1 without being given an opportunity of making his representation. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഒരു മെമ്പറെ നമ്മൾ എക്സ്പെൽ ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ നൽകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയിരിക്കണം. കാരണം അവർക്ക് അവരുടെ ഭാഗം എന്തൊക്കെയാണെന്ന് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഉണ്ടായിരിക്കാം. അപ്പോൾ അതെന്താണ് കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊരു മെമ്പറെ ആണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ.
A copy of the resolution expelling a member shall be communicated to the member within a period of 15 days from the date of passing of the resolution. പിന്നെ നമ്മളിങ്ങനെ നമ്മളൊരു മെമ്പറെ എക്സ്പെൽ ചെയ്യാൻ പോകുന്ന ആ ഒരു തീരുമാനം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വ്യക്തിയെ ഒരു 15 ദിവസത്തിന് മുൻപായിട്ടെങ്കിലും അറിയിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിന് മുൻപ്, അതായത് നമ്മൾ ആ ഒരു വ്യക്തിയെ റിമൂവ് ചെയ്യാൻ പോകുക എന്നുള്ള തീരുമാനം എടുക്കുന്നതിൻ്റെ 15 ദിവസം മുൻപെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മെമ്പറെ ഈ റിമൂവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ മെമ്പർഷിപ്പുമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ മെമ്പർ എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അസോസിയേറ്റ് അല്ലെങ്കിൽ നോമിനൽ മെമ്പറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഒരു മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കണ്ടീഷൻസ് അല്ലെ, മെമ്പർഷിപ്പിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം നമ്മൾ ഒരു മെമ്പറിനെ സൊസൈറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്പെൽ ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നത് സെക്ഷൻ 17 പ്രകാരമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണ്ടീഷൻസുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്